ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ളോഗിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഏട്ടന് പണിയുണ്ട്, രാവിലെ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ചോറ് അടുപ്പത്തിങ്ങനെ വേവാറായിട്ട് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റിച്ചോട്ടിനും ഏട്ടനും എണീറ്റിട്ടില്ല. അപ്പോൾ അവരെണീക്കുമ്പോഴേക്കും എനിക്ക് റിച്ചൂട്ടൻ എണീക്കുമ്പോഴേക്കും കറി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് മാമ്പഴ പുളിശ്ശേരി കഴിക്കണം എന്നുള്ളത്. നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ അത് ഇപ്രാവശ്യം എനിക്ക് മാമ്പഴ പുളിശ്ശേരി കഴിക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അപ്പോൾ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ കുറച്ച് മാങ്ങ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ മാങ്ങയിൽ നല്ല മാങ്ങ നോക്കിയിട്ട് ഒരു 5 മാങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഒന്ന് സെറ്റാക്കി എടുക്കണം. അത് ഒന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അത്യാവശ്യം പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഒരുപാട് പഴുത്തിട്ടില്ല, എന്നാലും ഏകദേശം ഒരു മീഡിയം പഴുത്ത മാങ്ങയാണ്. ഒരുപാട് പഴുത്ത മാങ്ങ എനിക്കിഷ്ടമല്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള മാങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് നല്ല പഴുത്ത മാങ്ങയല്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാങ്ങ എടുത്ത് വെച്ചത്. അപ്പോൾ ചോറ് ഇവിടെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഗ്യാസ് കഴിയ കാരണം കൊണ്ട് അടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ ചോറും കറിയെല്ലാം വെക്കുന്നത്. ഗ്യാസ് ഇനി നിറച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ജീരകവും കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് അവിടെ വേവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി കറി ഉണ്ടാക്കാൻ. അപ്പോൾ അത് അരച്ചെടുക്കാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി തൈരും കൂടി മിക്സ് ആക്കണം. അത്യാവശ്യം കുറച്ച് പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏട്ടനാണെങ്കിൽ 7:30 പണിക്ക് പോകണം. അപ്പോഴേക്കും ചോറും കറിയും എല്ലാം റെഡി ആയിരിക്കണം. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് എണീക്കാനും കുറച്ച് വൈകി. അപ്പോൾ സമയം തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ധൃതി പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് തൈരും എല്ലാം കൂട്ടിയിട്ട് തൈരും കുരുമുളകും ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം അരയ്ക്കണം അത്, കാരണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. നല്ലോണം അരഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം തേങ്ങയൊക്കെ നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കി. അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി മുളക് പൊടി ചേർത്തു. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പ്രധാനപ്പെട്ടത് എന്താണെന്നുള്ളത് അറിയില്ലേ? ശർക്കര വേണം. അങ്ങനെ ഞാനൊരു ശർക്കരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഒരു വലിയ ശർക്കര തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കിതിന് മധുരം വേണം. അപ്പോൾ ഞാനൊരു വലിയ ശർക്കര തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോൾ മൂടി വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാനിതിൽ ഒരു കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നുള്ളറിയില്ലേ? ഉപ്പിടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഞാൻ അവസാനം അത് തുറന്നിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ വീണ്ടും നന്നായിട്ടൊന്ന് അത് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലത്തെ മാങ്ങയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതിനിടയിൽ റിച്ചൂട്ടിന് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊച്ചു TV വെച്ച് കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുത്തി. അങ്ങനെ അതിന് മാമ്പഴമൊക്കെ നല്ല തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഈ അരപ്പ് അതിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അരപ്പും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. തിളച്ച് കുറുകി വരട്ടെ. അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വന്ന് നല്ലോണം മാമ്പഴമൊക്കെ വെന്ത് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇനി ഇതൊന്ന് എണ്ണയും കടുകും ഉണക്കമുളകും ഒക്കെ ചേർത്തിട്ടൊന്ന് വറവ് ചെയ്തെടുക്കണം. അപ്പോൾ ആ വറവ് ചെയ്തൊന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല, കാരണം അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.